2011 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ ആക്ഷൻ അഡ്വഞ്ചർ മൂവിയാണ് സാങ്ക്ടം. യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി എടുത്തൊരു ചിത്രം. ലോകത്ത് ഇതുവരെ മനുഷ്യരാരും കണ്ടുപിടിക്കാത്ത ഒരു വലിയ ഗുഹ കണ്ടെത്തിയിരിക്കുകയാണ്. അതും ആഫ്രിക്കൻ കാടിനുള്ളിലായിട്ട്. വേറെ ആരെക്കാളും മുന്നേ തനിക്കത് എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞ് തന്റെ കാമുകിയുമായിട്ട് അവിടേക്ക് പോകുന്ന ഒരു കോടീശ്വരൻ. പക്ഷേ അതിനുള്ളിലേക്ക് ഇറങ്ങിയതും പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത് ശരിക്കും നടന്നൊരു കഥയാണ് കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ ആഫ്രിക്കൻ കാടിനടുത്തുള്ള ഒരു കുഞ്ഞു ഗ്രാമത്തിലേക്ക് പറന്നിറങ്ങുന്ന എയ്റോപ്ലെയിൻ ആണ് കാണിക്കുന്നത്. അതിൽ നിന്നും കാൾ എന്നൊരാൾ പുറത്തേക്ക് ഇറങ്ങുന്നു. കൂടെ തന്നെ അയാളുടെ കാമുകി ജൂലിയറ്റും ഉണ്ട്. ഫ്ലൈറ്റിൽ നിന്നും ഇറങ്ങി വരുന്ന അവരെ രണ്ടുപേരെയും കൂട്ടാനായിട്ട് ജോഷ് എന്നൊരു പയ്യൻ പുറത്തു നിൽപ്പുണ്ടായിരുന്നു. ഈ കാൾ എന്ന് പറയുന്ന ഒരാൾ വലിയൊരു കോടീശ്വരനാണ്. വ്യത്യസ്തമായ ഒരുപാട് അഡ്വഞ്ചർ ഒക്കെ ചെയ്യാൻ ആൾക്ക് വലിയ ഇഷ്ടമാണ്. അതിനുവേണ്ടി എത്ര പൈസ വേണമെങ്കിലും ചെലവഴിക്കും. ഇപ്പൊ ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ആഫ്രിക്കൻ കാടിനുള്ളിലായിട്ട് ഇതുവരെ മനുഷ്യനാരും കണ്ടെത്താതിരുന്ന ഒരു വലിയ ഗുഹ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതിനുള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഒരു വലിയ ടീമിനെ തന്നെ അയാൾ ആ ഗുഹയ്ക്കുള്ളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ആ ടീമിന് ഫ്രാങ്ക് എന്നൊരാളാണ് ലീഡർ. ആ ലീഡറിന്റെ മകനാണ് ഈ ജോഷും. അങ്ങനെ 3 പേരും കൂടി ഒരു ഹെലികോപ്റ്ററിലായിട്ട് കാടിനുള്ളിൽ കണ്ടെത്തിയ ആ ഗുഹയ്ക്കരികിലേക്ക് പോവുകയാണ്. 1/2 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു അവിടേക്ക്. കാടും മലകളും പുഴകളും താണ്ടി ഒടുക്കം അവർ അവിടേക്ക് എത്തിച്ചേർന്നു. ആറ്റം ബോംബ് പൊട്ടിത്തെറിച്ചുണ്ടായതുപോലെയുള്ള അതിഭീമാകാരമായ ഒരു കുഴി. മനുഷ്യനാരും ഇതുവരെ എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ലോകത്തിലെ ഏറ്റവും വലിയൊരു ഗുഹ. അവരുടെ ടീം ഈ ഗുഹ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 34ാമത്തെ ദിവസമാണ്. അതിനുള്ളിലെ വെള്ളത്തിലായിട്ട് ഒരാളിങ്ങനെ മലർന്നു കിടക്കുന്നത് കണ്ടില്ലേ? ഇയാളാണ് ഫ്രാങ്ക്, ഈ ടീമിന്റെ ലീഡർ. ഇയാളുടെ മകനാണ് ജോഷ്. അവരെ കൂടാതെ വേറെ 3 പേരും കൂടിയുണ്ട് ടീമില്. അതിലെ 2 പേര് ഡൈവിംഗിൽ എക്സ്പേർട്ട് ആണ്. ഒരാള് ഫ്രാങ്കിനെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നു. എങ്കിലും തുടർച്ചയായിട്ട് ഡൈവ് ചെയ്ത് വല്ലാത്ത തളർച്ചയിലായിരുന്നു എല്ലാവരും. ഇപ്പോ തന്നെ സൂര്യപ്രകാശം കണ്ടിട്ട് 17 ദിവസത്തോളമായി. ഇതൊക്കെ ഫ്രാങ്ക് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അയാൾ അത് കാര്യമാക്കുന്നില്ല. ഓക്കെ, അപ്പൊ അടുത്ത റൗണ്ടിന് റെഡിയാണോ? ഫ്രാങ്ക് ചോദിച്ചതും വയ്യെങ്കിലും അവരതിന് ഓക്കെ പറയുന്നു. ഇവിടെ ഇതേ സമയം വളരെ സേഫ് ആയിട്ടൊരു സ്ഥലം നോക്കി ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നു. അപ്പൊ തന്നെ ആ ഗ്രാമത്തിലുള്ള ഒരാള് ജോഷിന്റെ അടുത്തേക്ക് ഓടി വരുന്നു. നീ ഇത് എവിടെ പോയതാ ജോഷ്? നിന്റെ അച്ഛൻ ഇപ്പോൾ തന്നെ നല്ല ദേഷ്യത്തിലാ. ഇയാളുടെ പേര് ലൂക്കോ എന്നാണ്. ഈ ഗ്രാമത്തില് ഇവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരാള്. ഇപ്പൊ തന്നെ ഫ്രാങ്ക് ജോഷിന് മറ്റൊരു ജോലിയാണ് കൊടുത്തിരുന്നത്. എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിനുള്ളിൽ ഡൈവ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടാങ്ക് ഉണ്ട്, ബെയിൽ ഔട്ട് ടാങ്ക്. അത് കൊണ്ടുവരാൻ ജോഷിനെ പറഞ്ഞ് ഏൽപ്പിച്ചതായിരുന്നു അവന്റെ അച്ഛൻ. പക്ഷേ അത് കേൾക്കാതെയാണ് അവൻ ഇവരെ പിക്ക് ചെയ്യാൻ പോയതും. അതുകൊണ്ട് വേറെ വഴിയില്ലാത്തത് കാരണം ഫ്രാങ്കും അവന്റെ ടീമിലുള്ള മറ്റൊരു ലേഡിയും ചേർന്നാണ് ആ ടാങ്ക് താഴേക്ക് കൊണ്ടുവന്നതും. ഈ ബെയിലൗട്ട് ടാങ്ക് എന്താണെന്ന് വെച്ചാൽ ഡൈവ് ചെയ്യുന്ന സമയത്ത് എമർജൻസി ആയിട്ട് ഓക്സിജന്റെ ആവശ്യം വന്നാൽ അപ്പോൾ ഉപയോഗിക്കുന്ന എമർജൻസി ടാങ്കാണ് ബെയിലൗട്ട് ടാങ്ക്. അങ്ങനെ ജോഷ് എല്ലാവരെയും കൊണ്ട് ആ ഗുഹയുള്ള സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് അവര് കാണുന്നത് ഗുഹയ്ക്കകത്തെ ആവശ്യത്തിനുള്ള ഓക്സിജന്റെ സിലിണ്ടറൊക്കെ അവിടെയുള്ള ആൾക്കാർ തിരികെ കൊണ്ടുപോകുന്നതാണ്. അവരെന്തിനാ അതൊക്കെ തിരികെ കൊണ്ടുപോകുന്നത്? എന്തോ വലിയ കൊടുങ്കാറ്റ് മഴയൊക്കെ വരാൻ പോകുമെന്ന് അവർ പറയുന്നത്. അത് കാരണം ഉപയോഗിക്കാത്ത സാധനങ്ങളെല്ലാം തിരികെ കൊണ്ടുപോകാൻ ഫ്രാങ്ക് പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു ടെന്റിലേക്ക് വരുന്നു. വന്നു കയറിയതും അവർ ആ ഗുഹയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളോളം പെയ്തൊരു മഴ. ആ മഴവെള്ളത്തിന്റെ സമ്മർദ്ദം കാരണം മലയുടെ മുകളിൽ വലിയൊരു കുഴി തന്നെ ഉണ്ടായി. ആ ഒരു കുഴിയിലൂടെ വെള്ളം തുറന്ന് മലയുടെ ഏറ്റവും അടിവാരത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതൊരു വലിയ ഗുഹയായിട്ട് മാറിയതും. മല മുഴുവനും തുറന്നുപോയ വെള്ളമില്ലേ, അത് മുഴുവനും കടലിലേക്കാണ് പോയി ചേർന്നതും. പക്ഷേ ഏത് വഴിയാണ് ആ വെള്ളം മുഴുവനും കടലിലേക്ക് പോകുന്നതെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഗുഹയ്ക്കുള്ളിലെ എന്തൊക്കെ വഴികളുണ്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കാള് തന്റെ പൈസ വാരി എറിഞ്ഞ് ഒരു ടീമിനെ തന്നെ അങ്ങോട്ടേക്ക് അയച്ചേക്കുന്നതും. ഇപ്പോ അവർ ആ ഗുഹ എത്രമാത്രം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ തറയിൽ നിന്നും 2 കിലോമീറ്റർ ആഴത്തിൽ വരെ അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇതേ സമയം ഫ്രാങ്ക് മാലേഡിയും വീണ്ടും ഡൈവിന് തയ്യാറെടുക്കുകയാണ്. ഇത്തവണ നീ വരണ്ട, ഞാൻ മാത്രം പോയിക്കൊള്ളാം. അതൊന്നും പറ്റില്ല, ഞാനും വരും. ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നത് വെറുതെ കൈകെട്ടി നോക്കിയിരിക്കാനല്ല. പോകുവാണെങ്കിൽ 2 പേരും ചേർന്ന് തന്നെ പോകും. ഇവരിവിടെ ഡൈവ് ചെയ്ത് തുടങ്ങിയ സമയം തന്നെ മുകളിൽ നിൽക്കുന്നവരും താഴേക്ക് ഇറങ്ങാൻ തയ്യാറായിരിക്കുകയാണ്. ഒരു കയറ് വഴി ആദ്യം വിക്ടോറിയയും അവൾക്ക് പുറകെ ജോഷു ഇറങ്ങുന്നു. താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ കുഴി എന്തുമാത്രം വലുതാണെന്ന് അവർക്ക് മനസ്സിലായത്. എന്നാൽ കാളാണെങ്കിൽ ഇതിലും കുറച്ച് അഡ്വഞ്ചർ തന്നെയാണ് പരീക്ഷിച്ചത്. സാധാരണ ആൾക്കാരാണ് ഇങ്ങനെ കയറ് കെട്ടി ഇറങ്ങുന്നത്. പക്ഷേ ഈ എന്നെ അതിന് കിട്ടില്ല. അതും പറഞ്ഞ് ആൾ ആ കുഴിയിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. താഴെ എത്താറായതും പെട്ടെന്ന് പാരച്യൂട്ട് വലിച്ചതും ആള് സേഫ് ആയിട്ട് താഴെ ലാൻഡ് ചെയ്തു. ഇമ്മാതിരി ഒരു അഡ്വഞ്ചർ ഫ്രീക്ക് ആണ് ആള്. എല്ലാവരും താഴെ ലാൻഡ് ചെയ്തപ്പോഴേക്കും ഫ്രാങ്ക് മലേഡിയും കൂടി വെള്ളത്തിനടിയിലേക്ക് പോയിരുന്നു. എങ്കിലും അവരുടെ ഹെൽമെറ്റിലെ ക്യാമറ വെച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും പുറത്തിരിക്കുന്നവർക്ക് കാണാൻ പറ്റും. മാത്രമല്ല വെള്ളത്തിനടിയിലായിട്ട് കണ്ണാടി ബലൂൺ മാതിരി ഒന്നുണ്ട്. അതിനുള്ളിലായിട്ടും ഇവരുടെ ടീമിലെ ഒരു ലേഡി ഇരിപ്പുണ്ടായിരുന്നു. ഡീകംപ്രഷൻ ബാഗ് എന്നാണ് അതിന്റെ പേര്. ഒരുപാട് ആഴമുള്ളിടത്തേക്ക് ഡൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാം. തളർച്ച വരാം, രക്തക്കുഴലുകൾ
പൊട്ടിപ്പോകാം. അങ്ങനെ പല പല പ്രശ്നങ്ങൾ വരാം. അങ്ങനെ തോന്നുന്ന സമയത്തൊക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമാണിത്. ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഡൈവ് ചെയ്യാം. അതിലിരിക്കുന്നവളെ ഒന്ന് നോക്കിയ ശേഷം ഫ്രാങ്കും ആ ലേഡിയും കൂടി വീണ്ടും ആഴങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ പോയി ഇവരിപ്പോൾ എത്തി നിൽക്കുന്നത് ഇവർ തന്നെ എക്സ്പ്ലോർ ചെയ്തതിന്റെ ഏറ്റവും അറ്റത്തായിട്ടാണ്. ഇനിയും മുന്നിലേക്ക് പോകണമെങ്കിൽ ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് അത്രയും ഭാഗം തുരക്കേണ്ടി വരും. ഇപ്പോ അവർ ചെയ്യുന്നതും അതാണ്. അങ്ങനെ ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഡ്രില്ല് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന മണ്ണും പൊടിയൊക്കെ ഇല്ലേ, ആ മണ്ണിനെയൊക്കെ വേഗത്തിൽ ഒരു ഭാഗത്തേക്ക് മാത്രം ഇങ്ങനെ വലിച്ചെടുക്കുന്നവർ ശ്രദ്ധിക്കുന്നത്. അത് കണ്ടതും അതുവഴി മറ്റൊരു വഴിയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോ തന്നെ ആ ഭാഗത്തെ കല്ലുകളൊക്കെ മാറ്റിയിട്ട് അതുവഴി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിരുന്നു അവർ. ആദ്യം പോയത് ഫ്രാങ്ക് ആണ്, തൊട്ടുപിറകെ ആ ലേഡിയും. ഒരാൾക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന അത്ര ചെറിയൊരു ഗ്യാപ്പ് ആയിരുന്നു അത്. തങ്ങൾ കൊണ്ടുവന്ന എല്ലാ എക്യുപ്മെന്റ്സും അതുവഴി കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലായതും ഫ്രാങ്ക് താൻ കൊണ്ടുവന്ന ബെയിലോ ടാങ്ക് ആ തുരങ്കത്തിന് വെളിയിൽ വെക്കുന്നു. ആ വഴി മുഴുവനും കുഞ്ഞു കുഞ്ഞു കല്ലുകളും വലിയ വലിയ പാറക്കഷ്ണങ്ങളും നിറഞ്ഞ സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്ന് കടന്നു കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു രണ്ടുപേർക്കും. ഇടയ്ക്ക് വെച്ച് ആ ലേഡി ഒന്ന് സ്റ്റക്കായി പോകുന്നുണ്ടെങ്കിലും എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് അവർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. ആ ഒരു തുരങ്കം മുഴുവനും മറികടന്ന് അവർ എത്തി നിന്നതാണെങ്കിലോ അതിഭീമാകാരമായ മറ്റൊരു ഗുഹയായിരുന്നു അത്. മാത്രമല്ല അവർ നിൽക്കുന്നതിനും 400 അടി മുകളിലായിട്ട് വെള്ളത്തിന്റെ നീരൊഴുക്ക് പോലെ എന്തോന്ന് കാണുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ അതിനപ്പുറം മറ്റൊരു ഗുഹയായിരിക്കാം. അവിടേക്ക് പോയി നോക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അവരത് വേണ്ടെന്ന് വെച്ചു. കാരണം ഇവർക്ക് വേണ്ടി പണം മുടക്കിയത് കാളല്ലേ. അതുകൊണ്ട് തന്നെ ആദ്യം അവൻ തന്നെ ആയിരിക്കണം അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നതും. ആ ഒരു തീരുമാനത്തില് അവർ രണ്ടുപേരും തിരികെ പോവുകയാണ്. എന്നാൽ അങ്ങനെ തിരികെ പോകുന്ന വഴിക്കാണ് ആ ലേഡിയുടെ ഓക്സിജൻ മാസ്ക് ഒരു പാറയിൽ ചിതിരിച്ച് അത് ലീക്കാവാൻ തുടങ്ങിയത്. ഇങ്ങനൊരു സംഭവം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും ശരിക്കും പതറിപ്പോയി. പൊട്ടിയ ഗ്യാപ്പ് വഴി വെള്ളം ഉള്ളിലേക്ക് കയറി മാസ്കിനകത്ത് വരെ വെള്ളം നിറയാൻ തുടങ്ങി. നീ ടെൻഷനാവല്ലേ, എന്റെ കയ്യിലുള്ള ഓക്സിജൻ വെച്ച് നമുക്ക് രണ്ടുപേർക്ക് പിടിച്ചു നിൽക്കാം. അതും പറഞ്ഞ് ഫ്രാങ്ക് തന്റെ മാസ്ക് ഊരി കുറച്ചു നേരം ആ ലേഡിക്ക് ഇട്ട് കൊടുക്കുന്നു. അവരല്പം ശ്വാസം എടുത്ത് കഴിയുമ്പോഴേക്കും ഫ്രാങ്ക് തിരിയാതെ തന്റെ മുഖത്തേക്ക് വെക്കും. കുറച്ചു സമയം അവര് പരസ്പരം ഷെയർ ചെയ്തെങ്കിലും പിന്നെ അത് വർക്കാവാതായി. വായിൽ വെക്കുന്ന ഓക്സിജൻ ആയിരുന്നെങ്കിൽ പിന്നെ പ്രശ്നമില്ലായിരുന്നു. ഇത് മുഖത്ത് വെക്കുന്ന മാസ്ക് അല്ലേ, വെള്ളത്തിനുള്ളിൽ വെച്ച് മാറ്റി രണ്ടുപേർക്കും എന്തായാലും അത്ര ദൂരം വരാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കിയ ഫ്രാങ്ക് പിന്നീട് ആ ലേഡിക്ക് ആ മാസ്ക് കൊടുക്കുന്നില്ല. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ആ നിമിഷത്തേക്ക് അയാൾ തന്റെ ഹൃദയം കല്ലാക്കി മാറ്റി. ഇതല്ലാതെ വേറെ വഴിയില്ല. ഒടുക്കം അയാളുടെ കൺമുന്നിൽ വെച്ച് തന്നെ ആ ലേഡി ശ്വാസം കിട്ടാതെ പെടഞ്ഞു മരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം മുകളിലുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കാൻ മാത്രമേ അവർക്ക് സാധിച്ചുള്ളൂ. തന്റെ അച്ഛൻ ചെയ്ത ഈ പ്രവൃത്തി ജോഷിന് സഹിക്കാനായില്ല. നിങ്ങളുടെ ലീഡർ ചെയ്ത പ്രവൃത്തി കണ്ടില്ലേ, അയാൾ അവരെ കൊന്നുകളഞ്ഞു. വീഡിയോ കണ്ട് ജോഷ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടതും ജോർജ് എന്ന് പറഞ്ഞയാള് അവനെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണ്. നിന്റെ അച്ഛൻ ചെയ്തത് തന്നെ ശരി, ഇല്ലായിരുന്നെങ്കിൽ ഒരു ബോഡിക്ക് പകരം 2 ബോഡിയോടെ പൊങ്ങിയേനെ. ഒരു വിധത്തില് അയാൾ അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അല്പനേരം കഴിഞ്ഞതും ഫ്രാങ്ക് പുറത്തേക്ക് വരുന്നു. കൂടെ ആ മരിച്ച ലേഡിയുടെ ബോഡിയും കൊണ്ടാണ് അയാൾ വന്നത്. അച്ഛനെ കണ്ടതും ജോഷ് വീണ്ടും ദേഷ്യപ്പെടാൻ തുടങ്ങി. മേലെ നിന്ന് ബെയിലോട്ട് ടാങ്ക് താഴെ കൊണ്ടുവരുന്ന ജോലി ഞാൻ നിനക്കല്ലേ തന്നത്, നീ അത് ചെയ്യാത്തത് കാരണം ഞാനും അവളും കൂടെ പോയി മുകളിൽ നിന്ന് അത് എടുക്കേണ്ടി വന്നു. അപ്പോ തന്നെ അവൾ നന്നായിട്ട് ടയേർഡ് ആയതായിരുന്നു. ആ ക്ഷീണത്തോടെയാണ് അവൾ ഡൈവ് ചെയ്യാൻ പോയതും. ഒരു പക്ഷേ അവൾ മരണപ്പെടാനുള്ള കാരണം ഇതായിരിക്കാം. ഫ്രാങ്ക് ദേഷ്യപ്പെട്ട് പറഞ്ഞതും ജോഷിന് കുറ്റബോധം തോന്നാൻ തുടങ്ങി. അതുകൊണ്ടായിരിക്കാം അതിനുശേഷം അവൻ പിന്നീടൊന്നും മിണ്ടിയതുമില്ല. അങ്ങനെ ഇവിടെ നടന്ന ഈ കാര്യങ്ങളെല്ലാം ഗുഹയുടെ മുകളിലുള്ളവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ നോക്കിയെങ്കിലും റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് കാരണം സഹായത്തിന് ആളെ വിളിക്കാൻ വേണ്ടി കൂട്ടത്തിലുള്ള 2 പേരെ അയാൾ മുകളിലേക്ക് വിടുന്നു. ഞാനും പോകുകയാണെന്ന് പറഞ്ഞ് ജോഷ് അവരുടെ കൂടെ പോകുന്നുണ്ട്. പോകുന്നതൊക്കെ കൊള്ളാം, പിന്നെ ഈ വഴി തിരിച്ചു വന്നു പോകരുത്. ഷെടാ, നിങ്ങൾ ആ ചെറുക്കരെയൊന്ന് ഫ്രീ ആയിട്ട് വിട്. നീ വായടച്ച് മിണ്ടാതിരുന്നോ, ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. ഫ്രാങ്ക് അത് പറഞ്ഞതും കാളിന്റെ വായ അടഞ്ഞു പോയി. ജോഷ് ഭയങ്കര അപ്സെറ്റ് ആണ്. അതുകൊണ്ട് ഞാനും അവന്റെ കൂടെ പോകാം. അതും പറഞ്ഞ് ലൂക്കോയും അവനോടൊപ്പം പോകുന്നു. അങ്ങനെ അവർ 4 പേരും കൂടെ മുകളിലേക്ക് പുറപ്പെടുന്നു. താഴേന്ന് മുകളിലേക്ക് പോകാനായിട്ട് ഒരു വലിയ തുരങ്കമുണ്ട്. അതുവഴിയാണ് അവർ 4 പേരും പോകുന്നത്. എന്നാൽ പെട്ടെന്നാണ് പുറത്തായിട്ട് ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയത്. സാഹചര്യം മോശമാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് മുകളിൽ എത്തിയേ പറ്റൂ. 4 പേരും വേഗത്തിൽ തന്നെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. മുകളിലേക്ക് കയറാൻ പറ്റുന്ന ഒരിടത്തെത്തിയതും ജോഷ് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന റേഡിയോ വഴി എങ്ങനെയൊക്കെ മുകളിലുള്ളവരായിട്ട് കണക്ട് ചെയ്യുന്നു. ജോഷ്, ഇവിടുത്തെ സാഹചര്യം വളരെ മോശമാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും പുറത്തേക്ക് വരണം. വെള്ളമെല്ലാം ആ ഗുഹയിലേക്കാണ് ഇരച്ചു വരുന്നത്. അത്രയും പറഞ്ഞപ്പോഴേക്കും കോൾ ഡിസ്കണക്ട് ആയിരുന്നു. എങ്കിലും മുകളിലേക്ക് പോകാൻ തന്നെ അവർ തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി അവിടെ ഉണ്ടായിരുന്ന കയറിൽ പിടിച്ച് കയറാൻ തുടങ്ങിയതും ആ നിമിഷം തന്നെയാണ് ഭയങ്കരമായിട്ട് കമഴ്ത്തിയതുപോലെ വെള്ളം വന്ന് മറിയാൻ തുടങ്ങിയതും. ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്ന കയറിൽ പിടികിട്ടിയത് കൊണ്ട് 4 പേര് ഒലിച്ചു പോയില്ല. എങ്കിലും കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേര് ഒരു വിധത്തിൽ ആ കയറിൽ പിടിച്ച് എങ്ങനെയൊക്കെ മുകളിലേക്ക് കയറി രക്ഷപ്പെടുന്നു. കൂടെ വരാൻ ജോഷിനെ വിളിച്ചെങ്കിലും അവൻ പോകാൻ തയ്യാറായില്ല. എത്രയൊക്കെ വഴക്കുണ്ടാക്കിയാലും തന്റെ സ്വന്തം അച്ഛനല്ലേ. ഫ്രാങ്കിനെ ഒറ്റയ്ക്കാക്കി വരാൻ അവൻ ഒട്ടും മനസ്സ് വന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ തന്റെ അച്ഛന്റെ അടുത്തേക്ക് തിരികെ പോകുന്നു. അവനെ ഒറ്റയ്ക്ക് വിടാൻ മനസ്സിലാത്തത് കൊണ്ട് തന്നെ ലൂക്കയും കൂടെ പോകുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ അവസ്ഥയും വളരെ വളരെ മോശമായിരുന്നു. അവര് നിൽക്കുന്നതിന് ചുറ്റിനും അരുവി പോലെ വെള്ളം കുതിച്ചു മറിയുകയാണ്. എങ്കിലും ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കാൻ പറ്റില്ലല്ലോ. വന്ന വഴി തന്നെ തിരികെ പോകാമെന്ന് കരുതി കയറ് വെച്ച് മുകളിലേക്ക് കയറുകയാണ് ഫ്രാങ്ക്. എന്നാൽ വെള്ളച്ചാട്ടം കണക്കെയാണ് അതുവഴി വെള്ളം വന്ന് മറിയുന്നത്. ആ വെള്ളം മറികടന്ന് പോയെങ്കിൽ മാത്രമേ കയറിട്ട് മറ്റുള്ളവരെ ഇവർക്ക് രക്ഷിക്കാൻ പറ്റൂ. എന്ത്
വേണമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കുന്ന സമയത്താണ് അതേ ഗ്യാപ്പ് വഴി തന്നെ ജോഷ് അവിടേക്ക് വരുന്നത്. നല്ല സമയത്താണ് നീ വന്നത്. ഈ കയറ് പാറയിൽ കെട്ടി അത് താഴേക്കിടാൻ നോക്ക്. സമയം കളയാതെ ജോഷ് വേഗം തന്നെ ഒരു വലിയ പാറയിലേക്ക് കയറ് കെട്ടിയ ശേഷം അത് താഴേക്ക് ഇട്ട് കൊടുക്കുന്നു. ആദ്യം വിക്ടോറിയയാണ് മുകളിലേക്ക് കയറി വരുന്നത്. അവൾ കയറി ഏകദേശം മുകളിലേക്ക് എത്തിയതും ആ കയർ കെട്ടിയിരുന്ന പാറയില്ലേ, വെള്ളത്തിന്റെ ഫോഴ്സ് കാരണം അത് തെന്നി മാറിയതും വിക്ടോറിയയും ജോഷും ലൂക്കോയും എല്ലാം കൂടി തെന്നി അടിച്ച് താഴെ വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നു. മാത്രമല്ല ആ പാറ വന്നടഞ്ഞ് അവർക്ക് പോകാനുണ്ടായിരുന്ന വഴിയും ബ്ലോക്കായി പോയി. വീണതിലെ ജോഷും വിക്ടോറിയയും കറക്റ്റ് വെള്ളത്തിലേക്ക് തന്നെയാണ് വന്ന് വീണത്. എന്നാൽ ലൂക്കോ വീഴുന്ന വഴി അവിടെ ഉണ്ടായിരുന്ന പാറകളിൽ ഇടിച്ചിടിച്ചാണ് വീഴുന്നത്. വീണ നിമിഷം തന്നെ അവന്റെ ബോധം പോയിരുന്നു. വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയ ലൂക്കോയെ ജോഷ് രക്ഷിക്കാൻ നോക്കുമെങ്കിലും അടിയൊഴുക്ക് കാരണം വെള്ളം അവനെ മറ്റൊരു വഴി വലിച്ചുകൊണ്ട് പോയിരുന്നു. ഇനിയും ഇവിടെ വിട്ടു പോയില്ലെങ്കിൽ ബാക്കിയുള്ളവർക്കും ഇവിടെ തന്നെ മുങ്ങിച്ചാകേണ്ടി വരും. ഫ്രാങ്ക് വേഗം ചെന്ന് നേരത്തെ മരിച്ചുപോയ ഒരു ലേഡിയില്ലേ, അവരുടെ സ്വിമ്മിംഗ് സൂട്ട് ഊരിയെടുത്ത് വിക്ടോറിയയുടെ കയ്യിൽ കൊടുക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ആ സ്യൂട്ട് ഇട്ടില്ലെങ്കിൽ അതിഭയങ്കരമായ തണുപ്പിൽ അവർക്ക് ഹൈപ്പോതെർമി വരാനുള്ള ചാൻസ് ഉണ്ട്. രക്തമെല്ലാം മരവിച്ച് മരിച്ചു പോകേണ്ടി വരും. നിങ്ങൾ എന്തുവായി ചെയ്യുന്നത്? ശവത്തിൽ കിടക്കുന്ന ഡ്രസ്സൊന്നും എന്നെ കൊണ്ട് ഇടാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ തന്നെ പോയിക്കോളാം. അവരൊക്കെ എത്ര പറഞ്ഞിട്ടും വിക്ടോറിയ കേൾക്കാൻ തയ്യാറായില്ല. എന്ത് കുന്തമെങ്കിലും ചെയ്യും. അതും പറഞ്ഞ് വെള്ളത്തിനടിയിലൂടെ എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് വെള്ളത്തിനടിയിലായിട്ട് എന്തൊരു വെട്ടം കാണുന്നത്. ചെന്ന് നോക്കിയപ്പോഴോ അത് ലൂക്കയായിരുന്നു. എങ്ങനെയൊക്കെ വെള്ളത്തിനടിയിലൂടെ കറങ്ങി തിരിഞ്ഞ് ഇവിടേക്ക് തന്നെ വന്നതാണ്. പാറയിൽ ഇടിച്ചത് കാരണം മുഖമെല്ലാം പകുതി ഉടഞ്ഞു പോയിരുന്നു. ഈ അവസ്ഥയിൽ അവൻ എന്തായാലും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് ഫ്രാങ്കിന് മനസ്സിലായി. ഈ കാഴ്ച കണ്ട് ജോഷ് കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോയ നിമിഷം തന്നെ ഫ്രാങ്ക് പാതി ജീവനോടെ കിടന്ന ലൂക്കയെ വെള്ളത്തിൽ മുക്കി കൊല്ലുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ അവൻ അവിടെ കിടന്ന് നരകിച്ച് മരിക്കേണ്ടി വന്നേനെ. ഈ അവസ്ഥയിൽ ഇതല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ എല്ലാവരും ഡൈവ് ചെയ്യാൻ റെഡിയായിരിക്കുകയാണ്. ഈ ഗുഹ വിട്ട് മുകളിലേക്ക് പോകാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. തുടക്കത്തില് ഫ്രാങ്കും ആ ലേഡിയും ചേർന്ന് പുതിയൊരു ഗുഹ കണ്ടുപിടിച്ചില്ലായിരുന്നോ? രക്ഷപ്പെടാൻ ഇനി ആ ഒരു മാർഗം മാത്രമേ ഇവരുടെ പക്കലുള്ളൂ. ആദ്യം കാളാണ് മുന്നിൽ പോയത്. അവന്റെ ദേഹത്തൊരു കയറ് കെട്ടിട്ടുണ്ട്. അത് പിടിച്ച് ഫോളോ ചെയ്താണ് ബാക്കിയുള്ളവരും പുറകെ വരുന്നത്. ഏറ്റവും പിറകിലായിട്ടാണ് വിക്ടോറിയ. കാരണം അവൾ ഡൈവിംഗിൽ എക്സ്പെർട്ട് അല്ല. മുന്നേ പോയിട്ട് പോകുന്ന വഴിയിലാണ് സ്റ്റക്കായി പോയാൽ എല്ലാവരും കുടുങ്ങി പോകും. അതുകൊണ്ടാണ് അവളെ ഏറ്റവും പിറകിലാക്കിയതും. നീന്തി നീന്തി നേരത്തെ കണ്ടുപിടിച്ച ആ തുരങ്കത്തിനടുത്ത് എത്തിയിട്ടുണ്ട് എല്ലാവരും. ഓരോരുത്തരായിട്ട് അതിനുള്ളിൽ കൂടി കയറി പോകാൻ തുടങ്ങി. ഏറ്റവും അവസാനമായിട്ട് വിക്ടോറിയയും. ഭാഗ്യത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ആ തുരങ്കം നീന്തി കിടക്കുന്നു. ആ വലിയ ഗുഹയിലേക്ക് എത്തിയത് മുകളിലായിട്ട് നേരത്തെ വെള്ളത്തിന്റെ ഓളം പോലെ കണ്ടില്ലേ, എല്ലാവരും അത് മറികടന്ന് അപ്പുറത്തേക്ക് എത്തുന്നു. വിചാരിച്ചതുപോലെ തന്നെ അത് മറ്റൊരു വലിയ ഗുഹ തന്നെ ആയിരുന്നു. മനുഷ്യർക്ക് താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അതിഭയങ്കരമായ ഒരു ഗുഹ. ഏറ്റവും അവസാനമായിട്ട് പുറത്തേക്ക് വന്നത് വിക്ടോറിയയാണ്. പറഞ്ഞതുപോലെ തന്നെ തണുപ്പ് കാരണം അവളുടെ ശരീരം കിടുകിട വിറയ്ക്കാൻ തുടങ്ങി. മറ്റവരെ പോലെ അവൾ സ്വിംസ്യൂട്ട് ധരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. നനഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി വേഗം തന്നെ കൈയും കാലും എല്ലാം തിരികെ ചൂട് കൊടുക്കുന്നു. ശേഷം ഒരു അലൂമിനിയം ഹീറ്റ് പേപ്പർ വെച്ച് പുതച്ചു കൊടുക്കുന്നുണ്ട്. ഇവരുടെ കൂടെ തന്നെ ജോർജ് എന്നൊരാളുണ്ടായിരുന്നില്ലേ, അയാളുടെ അവസ്ഥ നല്ല മോശമായിരുന്നു. വെള്ളത്തിന്റെ പ്രഷർ കാരണം അയാളുടെ രക്തക്കുഴലിലൊക്കെ പൊട്ടിയ അവസ്ഥയിലാണ്. അവനും നന്നായിട്ട് ഡൈവ് ചെയ്യുന്ന ഒരാളായിരുന്നു. പണ്ടൊരിക്കെ ഡൈവ് ചെയ്യുന്ന സമയത്ത് അവൻ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരുന്നു. അന്ന് ഉപേക്ഷിച്ചതാണ് ഈ ഡൈവിങ്. എന്നാൽ ഇപ്പോൾ ഡൈവ് ചെയ്യാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ലല്ലോ. അത് കാരണം ഇപ്പോൾ ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്. അങ്ങനെ അല്പനേരം എല്ലാവരും ആ ഗുഹയിൽ തന്നെ റെസ്റ്റ് ചെയ്യുന്നു. നമ്മളെല്ലാവരും വെറുതെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതിന് പകരം ഈ ഗുഹ മുഴുവൻ എക്സ്പ്ലോർ ചെയ്താലോ? നിങ്ങൾ ആരെ വെയിറ്റ് ചെയ്യുന്നു എന്നാ പറഞ്ഞത്? അല്ല, നമ്മളെ രക്ഷിക്കാൻ ആരെങ്കിലും ഒക്കെ വരില്ലേ? മുകളിലുള്ളവർക്ക് നമ്മളെ മരിച്ചോ ജീവിച്ചോ എന്ന് പോലും അറിയില്ല. മരിച്ചെന്ന് തന്നെ അവൻ കരുതിയിട്ടുണ്ടാവുക. അതുകൊണ്ട് രക്ഷപ്പെടുത്താൻ ആരും വരുമെന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട. നമുക്കിവിടെ 2 ദിവസം വെയിറ്റ് ചെയ്തൂടെ? ആവശ്യമായ സാധനങ്ങൾ കയ്യിലുണ്ടല്ലോ. അതും വിചാരിച്ചിരുന്നു 2 ദിവസത്തിനുള്ളിൽ ഈ ഗുഹ തന്നെ വെള്ളത്തിനടിയിൽ പോകും. എന്തായാലും എല്ലാവരും മൊത്തത്തിൽ പെട്ടുപോയെന്ന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന ഒരു ടണൽ വഴി മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. ഏറ്റവും പിറകിലായിട്ടാണ് പീറ്റർ നടന്നു വരുന്നത്. നടക്കും തോറും ആൾക്കൊട്ടും വയ്യാതായിട്ടുണ്ട്. എന്തുപറ്റി? നടക്കാൻ വയ്യേ? പ്രശ്നമൊന്നുമില്ല, ഞാൻ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ, നീ ഇതുകൊണ്ട് മുന്നേ പോ, ഞാൻ പിറകെ വരാം. അത് പറഞ്ഞ് ജോർജ് തന്റെ കയ്യിലുണ്ടായിരുന്ന 2 സിലിണ്ടർ ജോഷിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ശരിയെന്ന് പറഞ്ഞ് ജോഷും മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ അവൻ അങ്ങോട്ടേക്ക് പോയതും തൊട്ട് പിറകെ തന്നെ ജോർജ് രക്തഛർദ്ദിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ അല്പസമയം കഴിഞ്ഞതും ബാക്കി എല്ലാവരും നടന്ന് ഇപ്പോൾ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഫ്രാങ്ക് തിരിഞ്ഞു നോക്കിയതും ജോർജിനെ കാണുന്നില്ല. നിന്റെ പിറകിലുണ്ടായിരുന്ന ജോർജ് എന്തിയെ? എന്റെ പിറകെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ തിരിഞ്ഞു നോക്കിയതും പിറകിൽ ജോർജ് ഉണ്ടായിരുന്നില്ല. ഫ്രാങ്കിനാകെ ടെൻഷനായി. അയാള് ജോർജിന്റെ പേര് ഉറക്കെ വിളിച്ചു നോക്കിയെങ്കിലും തിരികെ റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. അവസാനമായിട്ട് ജോർജിനെ കണ്ടയെടുത്ത് പോയി നോക്കിയെങ്കിലും അവിടെ അയാൾ ഇട്ടിരുന്ന ജാക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന പാറയിലായിട്ട് ജോർജ് വാസ് ഹിയർ എന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേ ഫ്രാങ്കിന് കാര്യം മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ തന്നെ കൊണ്ടിനി കൂട്ടിയാൽ കൂടില്ലെന്ന് ജോർജിന് മനസ്സിലായിട്ടുണ്ട്. അത് കാരണം സ്വയം ജീവൻ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫ്രാങ്കും ജോഷും ആണെങ്കിൽ ജോർജിന്റെ പേര് വിളിച്ച് അവിടെ മുഴുവനും തിരയാൻ തുടങ്ങി. എന്നാൽ ജോർജ് ആണെങ്കിലോ അവര് കാണാതെ ചെറിയൊരു തുരങ്കത്തിലായിട്ട് ഒളിച്ചു കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ ഫ്രാങ്കും ജോഷും കൂടെ എത്ര തേടിയിട്ടും അയാളെ കണ്ടെത്താനായില്ല. ഒടുക്കം നിരാശയോടെ അവർക്ക് തിരികെ പോകേണ്ടി വന്നു. അതോടെ ആ ഇടം മുഴുവനും ഇരുട്ടായിട്ട് ജോർജിന്റെ കഥ അവിടെ അവസാനിക്കുന്നു. ഇവിടെ എല്ലാവരും നടന്ന് ഇപ്പോൾ മറ്റൊരിടത്തേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ടിട്ട് വലിയൊരു തുരങ്കം പോലുണ്ടായിരുന്നു അത്. മാത്രമല്ല
അതിനുള്ളിൽ നിന്നും വലിയ രീതിയിലുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാനായിട്ട് ഫ്രാങ്ക് അവിടേക്ക് എത്തി നോക്കിയപ്പോഴോ എന്താണെന്ന് വെച്ചാൽ വലിയൊരു ചുഴി പോലെ വെള്ളം കലങ്ങി മറിയുകയാണ് അവിടെ. എന്തുവാണെങ്കിലും ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടുക എന്ന് പറയുന്നത് നടക്കുന്ന കേസല്ല. ഇനി ആകെയുള്ള ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെറിയൊരു തുരങ്കം പോലുണ്ട്. ഇനി അതേ ഉള്ളൂ ആകെ ഒരു വഴി. പക്ഷെ അങ്ങനെ പോകണമെങ്കിൽ തന്നെ ആരെങ്കിലും ആ ഒരു വശത്തേക്ക് പോയിട്ട് ഒരു കയറ് വലിച്ചു കെട്ടണം. അതിൽ തൂങ്ങിക്കിടന്ന് ഈ ചുഴി ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോവുകയും ചെയ്യാം. ആ ദൗത്യം ഏറ്റെടുക്കുന്നത് ജോഷാണ്. ഒരു കയറിൽ തൂങ്ങി അവൻ പതിയെ താഴേക്കിറങ്ങി. മല കയറാനൊക്കെ നല്ല എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ അവൻ അത് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ഒരുപാട് കഷ്ടപ്പെടാതെ തന്നെ അവൻ അപ്പുറത്തെ വശത്തേക്ക് എത്തി അവിടെ കയറ് കെട്ടുന്നു. ആദ്യം കാളാണ് അതുവഴി അപ്പുറത്തെ വശത്തേക്ക് എത്തുന്നത്. രണ്ടാമതായിട്ട് വിക്ടോറിയ ആയിരുന്നു. അവൾ ഇറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് അവളുടെ മുഖം കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് കാള് ടോർച്ച് ലൈറ്റ് എടുത്ത് അവളുടെ മുഖത്തേക്ക് അടിക്കുന്നു. പെട്ടെന്ന് മുഖത്തേക്ക് വെട്ടം വന്നടിച്ചതും അവളുടെ കയ്യിലെ പിടിവിട്ടുപോയി. കയറിലുണ്ടായിരുന്ന ഹുക്കിലായിട്ട് അവളുടെ മുടി കുടുങ്ങിപ്പോയിരുന്നു. അവളുടെ ബോഡിയുടെ ഫുൾ വെയിറ്റും ആ മുടിയിലായി പോയി. വേദന സഹിക്കാൻ കഴിയാതെ അലറി കരയുകയാണ്. ജോഷ് പെട്ടെന്ന് തന്നെ അവളെ രക്ഷിക്കാനായിട്ട് അപ്പുറത്തെ വശത്തേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ അതിനു മുന്നേ വേദന സഹിക്കാൻ കഴിയാതെ വന്നതും വിക്ടോറിയ തന്റെ ബാഗിലുണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് അവളുടെ മുടി അങ്ങ് മുറിച്ചു കളഞ്ഞു. അതോടെ മൊത്തത്തിൽ പിടിവിട്ട് അവൾ ആ വെള്ളത്തിലേക്ക് അങ്ങ് വീണുപോയി. ഇത് സഹിക്കാൻ കഴിയാതെ കാൾ അവിടെ കിടന്ന് അലറി കരയുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അല്പനേരം കഴിഞ്ഞ് എല്ലാം ഒന്ന് അടങ്ങിയതും അവർ വീണ്ടും മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. ഇപ്പോഴെത്തിയിരിക്കുന്നത് ഒരുപാട് വെള്ളമുള്ള മറ്റൊരിടത്തേക്കായിരുന്നു. ആദ്യം ഇതുവഴി വല്ല വഴിയുമുണ്ടോ എന്ന് ഞാൻ അടിയിലേക്ക് പോയി നോക്കിയിട്ട് വരാം, അതിനുശേഷം മാത്രം നിങ്ങൾ വന്നാ മതി. ഫ്രാങ്ക് അതങ്ങോട്ട് പറഞ്ഞു തീർന്നതും ആകെ ബാക്കിയുണ്ടായിരുന്ന ഒരു ഓക്സിജൻ സിലിണ്ടറും എടുത്ത് കാള വെള്ളത്തിലേക്ക് എടുത്ത് ഒറ്റ ചാട്ടമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരെയും കുന്തപോലെ നിർത്തിയ ശേഷം ആളങ്ങ് എസ്കേപ്പ് ആയതാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? വെള്ളത്തിനടിയിലേക്ക് പോകാനാണെങ്കിൽ കയ്യിൽ ഓക്സിജൻ സിലിണ്ടറും ഇല്ല. മൊത്തത്തിൽ പെട്ടുപോയി. നമ്മൾ ഇവിടെ കിടന്ന് മരിക്കേണ്ടി വരുമോ അച്ഛാ? ലക്ഷണം കണ്ടിട്ട് അങ്ങനാ തോന്നുന്നത്. ഇരിക്കുന്നവരെ ഇവിടെ ഇരിക്കാം, ചാവുമ്പോ ചാവും. പക്ഷേ അങ്ങനെ വെറുതെ ചാവാനൊന്നും ജോഷിന് മനസ്സുണ്ടായിരുന്നില്ല. അവൻ അവിടെയെല്ലാം ഇങ്ങനെ തപ്പി നോക്കുമ്പോഴാണ് ചെറിയൊരു ദ്വാരം പോലെ കാണുന്നത്. അതിനുള്ളിലായിട്ട് കറുപ്പ് പോലെ എന്തോ ഒന്നും. എന്താണെന്ന് വെച്ചാൽ വവ്വാലിന്റെ കാഷ്ടമായിരുന്നു അത്. എന്തുവായാലും വെള്ളത്തിൽ കൂടെ വവ്വാൽ വരാൻ ഒരു ചാൻസും ഇല്ല. അങ്ങനെയെങ്കിൽ വവ്വാൽ ഇവിടേക്ക് വന്ന ഒരു വഴി കാണണം. അങ്ങനെ അത് കണ്ടുപിടിക്കാൻ വേണ്ടി വവ്വാൽ അപ്പിട്ട വഴിയിൽ കൂടി രണ്ടുപേരും കൂടി നൂന്നു കയറുന്നു. ഒരു വിധത്തില് എങ്ങനെയൊക്കെയോ നൂണ്ടു നുഴഞ്ഞ് അവർ ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ചെല്ലുമ്പോൾ കാണുന്നതോ മേലെ നിന്ന് സൂര്യപ്രകാശം നേരെ ഭൂമിയിലേക്ക് പതിക്കുന്ന ഒരിടം. പക്ഷേ അത് ഒരുപാട് ഉയരത്തിലാണ്. ഇവരെ കൊണ്ട് കയറാൻ പറ്റില്ല. എന്നാൽ സൂര്യപ്രകാശം പതിക്കുന്നിടത്തായിട്ട് എന്തോന്ന് കിടക്കുന്നത് പോലെ തോന്നിയതും അവർ അവിടേക്ക് ചെന്ന് നോക്കുന്നു. അതൊരു ടാങ്ക് ആയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അതുവഴി പോയപ്പോ പാറയുടെ വെയിറ്റ് താങ്ങാൻ കഴിയാതെ പൊത്തോന്ന് പറഞ്ഞ് താഴേക്ക് വീണു പോയതാണ്. എന്തായാലും ഇവിടെ നിന്നിട്ട് ഒരു പ്രയോജനമില്ല. ആരും തങ്ങളെ വന്ന് രക്ഷിക്കാനും പോകുന്നില്ല. എങ്കിലും അവർ രാത്രി വരെ വെയിറ്റ് ചെയ്ത് നോക്കിയിരുന്നു. പക്ഷെ ആരും വന്നില്ല. ഇനിയും ഇരുന്നിട്ട് പ്രയോജനമൊന്നുമില്ല എന്ന് മനസ്സിലായതും പീരങ്കിയിലുണ്ടായിരുന്ന പെട്രോൾ ഉപയോഗിച്ച് അവർ ചെറിയൊരു പന്ത പോലെ ഉണ്ടാക്കുന്നു. ശേഷം വേറൊരു വഴി അന്വേഷിച്ച് പോകാൻ തുടങ്ങി. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്തോ ഒരു അനക്കം. എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ കാളായിരുന്നു. ഹോ, നിങ്ങൾ വന്നല്ലോ. ദൈവമായിട്ടാ നിങ്ങൾ എന്റെ അടുത്തേക്ക് അയച്ചത്. ഞാൻ തിരികെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരാനിരിക്കുവായിരുന്നു. അങ്ങനെ വളാന്ന് ഓരോന്ന് പറയുകയാണ്. എന്നാൽ രണ്ടുപേരും അയാളെ മൈൻഡ് കൂടി ചെയ്തില്ല. കാളിനെ ക്രോസ് ചെയ്ത് മറ്റൊരു സൈഡിൽ കൂടി പോകാൻ തുടങ്ങിയപ്പോഴാണ് വെള്ളത്തിൽ വീണ് മരിച്ച വിക്ടോറിയയുടെ ബോഡിയോടെ കിടക്കുന്നവർ കാണുന്നത്. ജോഷ്, അവിടെ നോക്കി നിൽക്കാതെ വേഗം വരാൻ നോക്ക്. എന്നെ കൂട്ടാതെ നിങ്ങൾ അവിടെ പോകുവാ, ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. എന്നാൽ അയാളെ മൈൻഡ് ചെയ്യാതെ അവർ പോകാനായിട്ട് തുടങ്ങിയതും ദേഷ്യം വന്ന കാള് പിറകിൽ കൂടി ഓടി വന്ന് കാളിനെ അടിച്ചിടുന്നു. ആ ഫോഴ്സില് തറയിലുണ്ടായിരുന്ന ഒരു കൂർത്ത കല്ലിലേക്കാണ് ഫ്രാങ്ക് വന്ന് വീഴുന്നതും. ജോഷു ആണെങ്കിൽ തന്റെ അച്ഛനെ അടിച്ച ദേഷ്യത്തില് കാളിനെ അടിച്ചൊരു പരുവാക്കിയിരുന്നു. തിരികെ ഓടി തന്റെ അച്ഛന്റെ അടുത്തേക്ക് എത്തിയപ്പോഴോ ഇനി എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ജോഷ്, നീന്താനും ശ്വാസം എടുക്കാനും ഒന്നും പറ്റില്ല. അതുകൊണ്ട് എന്നെ ഈ വെള്ളത്തിൽ മുക്കി കൊന്നുകളാ. ജോഷിന് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. എങ്കിലും സ്വന്തം അച്ഛനെ എങ്ങനെയാണ് കൊല്ലുക? അത് കാരണം അയാളുടെ ജീവൻ പോകുന്നത് വരെ അവൻ തന്റെ കയ്യിൽ താങ്ങി പിടിച്ചു. ശേഷം ഫ്രാങ്ക് മരിച്ചതും അവൻ ആ ബോഡി അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. കയ്യില് ചെറിയൊരു ലൈറ്റും പിന്നെ ഒരു ഓക്സിജൻ സിലിണ്ടർ ഉണ്ടായിരുന്നു. അത് വെച്ച് പതിയെ ഓക്സിജൻ എടുത്തെടുത്താണ് അവൻ പോകുന്നത്. കാണുന്ന വഴികളിലൂടെ എല്ലാം പോയി നോക്കുകയാണ്. ഒരു ഘട്ടത്തില് അവന്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റ് അണഞ്ഞു പോകുന്നു. ആ സമയത്ത് അവന്റെ കഴുത്തിലായിട്ട് അവന്റെ അച്ഛൻ കൊടുത്തിരുന്ന ഒരു ലോക്കറ്റ് കിടപ്പുണ്ട്. അതിന്റെ അറ്റത്തായിട്ട് ചെറിയൊരു ലൈറ്റ് ഉണ്ടായിരുന്നു. ആ വെളിച്ചത്തില് അവൻ വീണ്ടും മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ കുറച്ചു ദൂരം കൂടി ചെന്നതും കയ്യിൽ ഓക്സിജൻ തീർന്നുപോയി. പാറയുടെ മുകളിലായിട്ട് ചെറിയ ചെറിയ ഓക്സിജൻ ബബിൾസ് പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേശ്ശെ ഉപയോഗിച്ചാണ് അവൻ വീണ്ടും മുന്നോട്ടേക്ക് നീന്തി പോയത്. അങ്ങനെ നീന്തി ഒരു വിധത്തിലെ കടലിലേക്കുള്ള വഴി കണ്ടെത്തുന്നു. പ്രകാശം കണ്ടതും പിന്നീട് ഒരു നിമിഷം പോലും കളയാതെ ശരവേഗത്തിൽ നീന്തി അവൻ ആ കടലിന് വെളിയിലേക്ക് വരുന്നു. ആ സമയത്ത് കടൽക്കരയിൽ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരാണ് അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയതും. ഇത് ശരിക്കും നടന്ന ഒരു കഥയാണ് കേട്ടോ. ഇവിടുന്ന് രക്ഷപ്പെട്ട് വന്ന ആൾ എഴുതിയൊരു കഥ അത് പിന്നീട് സിനിമയാക്കി മാറ്റി. അങ്ങനെ രക്ഷപ്പെട്ടു വന്ന ജോഷിനെ കാണിച്ചുകൊണ്ട് ഈ മൂവിയുടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി.